നമുക്കിനി ചീരക്കറി വെക്കാം. ആദ്യം തന്നെ നമുക്ക് ചീര എടുത്ത് കളഞ്ഞിട്ട് പാത്രം ഒന്ന് തോണ്ടി നക്കി നോക്കാം. എന്നിട്ടൊരു പോസ് കൊടുത്തിട്ട് പാത്രം താഴെ ഇടുക. എന്നിട്ട് നമുക്ക് ചീര എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ചീര എടുത്ത് നമുക്ക് ഒന്ന് നക്കി നോക്കണം. നക്കി നോക്കാൻ ഇച്ചിരി സമയം എടുക്കും ഗൈസ്. കൊള്ളാം, നല്ല ഫ്രഷ് ചീരയാണ്. നല്ല മുള്ളൊക്കെ ഉണ്ട്. എന്നിട്ട് പാത്രം നമുക്ക് നേരെ വെച്ചിട്ട് ഗൈസ് ചീര അതിലിടാം. ചീര ഇട്ട് ഇനി നമുക്ക് തവിക്കണ വെച്ച് ഇളക്കാം. തവിക്കണ ഇളക്കുന്ന മുമ്പേ ഭിത്തിയൊക്കെ അടിച്ച് നോക്കണം. ഭിത്തിക്ക് നല്ല സ്ട്രോങ് ആണോ നോക്കണം. എന്നിട്ട് നമുക്ക് ആ ചീര അടിച്ച് പൊളിക്കണം. നല്ല തട്ടി വേണം ചീര വേവിക്കാൻ. ഗൈസ്, ഈ തവി കൊണ്ട് നല്ലോണം ഇളക്കിയാലേ നമുക്ക് ചീരയൊക്കെ നല്ലോണം ഇളക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, പാത്രം ഒന്നും ചൂടായിട്ടില്ല. നമുക്ക് തവി ഒന്ന് നക്കി നോക്കിയാലോ. എനിക്ക് നല്ല ആവേശം വരുന്നുണ്ട് ഗൈസ്, നല്ല വിറയലൊക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് ഗൈസ് ഈ തവിയൊക്കെ പിടിക്കും. എന്നിട്ട് നമുക്ക് ചീരത്തോരൻ വെക്കാം. അടിച്ചടിച്ച് വേണം ചീര വേവിക്കാൻ. എന്നിട്ട് ചീര വെന്തൊന്ന് നോക്കട്ടെ. എടുത്ത് കളഞ്ഞ് പാത്രം തോണ്ടി തവി എടുത്ത് നമുക്ക് ഒന്നും കൂടെ ഭിത്തിയൊക്കെ പരിശോധിക്കാം. ഭിത്തിയൊക്കെ കൊള്ളാം, ഇടിഞ്ഞ് വീഴത്തില്ല ഗൈസ്. ഇതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഉമ്മോട് മാമയ്ക്ക് ഫ്ലൈങ് കിസോട്. ഫ്ലൈങ് കിസ് കണ്ടിങ്ങനെ കൊടു കൊടു കൊടു. അത് പിന്നെ എന്തി മാമ ഇങ്ങനെ ഫ്ലൈങ് കിസോട്. ദർശന കൊടു കൊടു. ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ ബൈ ഗൈസ്.